TNSന് പങ്കുവയ്ക്കാൻ സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റേതുമായ ഒട്ടേറെ അനുഭവ കഥകളുണ്ട്. സാരാംശം ഒട്ടും ചോരാതെ അതൊന്ന് ചുരുക്കിപ്പറയാൻ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിറവോടെ വേദിയിലിരിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സന്ധ്യ മാഡത്തിന് മാത്രമേ കഴിയൂ. സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ മാഡത്തിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ 10 വർഷത്തെ യാത്രയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എല്ലാത്തരം വികാരങ്ങളുമുള്ള ഒരു സിനിമാ കഥ പോലെയാണ് ഓരോ നിമിഷവും കടന്നുപോയത്. ഞങ്ങളുടെ മകനും അവനെപ്പോലുള്ള ചില കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി 2014 TNSൻ്റെ ഈ യാത്ര ആരംഭിച്ചത്. സ്നേഹം, കരുതൽ, സഹാനുഭൂതി, ഒരു കൂട്ടം ആളുകളുടെ കഠിനാധ്വാനം, അഭിപ്രായ വ്യത്യാസങ്ങൾ, വിദ്വേഷം എന്നിവയാൽ നിറഞ്ഞതായിരുന്നു ഈ യാത്ര. എല്ലാത്തിനുമുപരിയായി ഈ സ്ഥാപനത്തെ നയിക്കാനുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. TNSനായി പ്രവർത്തിച്ച ഓരോ വ്യക്തിയും പരാജയപ്പെടില്ല എന്ന ഉറപ്പിച്ച ഒരു കുടുംബത്തിൻ്റെ കാഴ്ചപ്പാട് പിന്തുടർന്നപ്പോൾ ഞങ്ങൾ വിജയിച്ചു. അച്ഛനും അമ്മയും മകളും അവരുടെ അനുഗ്രഹീതനായ മകൻ തേജസ്സും ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ കഥയാണിത്. 2006 തേജസ് ജനിക്കുമ്പോൾ മറ്റേതൊരു കുടുംബത്തെയും പോലെ വളരെ സാധാരണവും സന്തോഷകരവുമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. വളരെ ചുറുചുറുക്കുള്ള ഞങ്ങളുടെ 2.5 വയസ്സുള്ള മകൻ തേജസ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയതോടെ കാര്യങ്ങൾ തലകീഴായി മാറി. ടീച്ചർമാർ അവനെ ഹൈപ്പർ ആക്റ്റീവ് എന്ന് തള്ളിക്കളഞ്ഞെങ്കിലും ഞങ്ങളുടെ മകന് ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവൻ്റെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആശയക്കുഴപ്പവും ഭയവും ഉത്കണ്ഠയും രോഷവും നിശബ്ദമായ കണ്ണുനീരും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ആ ദിനങ്ങൾ. ഒരിക്കൽ ഞങ്ങളുടെ കുഞ്ഞു തേജസ് സാധാരണ 6 പകരം 6 എന്ന അക്കം മിറർ ഇമേജിൽ എഴുതി. ടീച്ചറിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ച സ്റ്റാർ കിട്ടിയില്ല. അവൻ്റെ കുഞ്ഞു മനസ്സ് വളരെ സങ്കടപ്പെട്ടു. എവിടെയാണ് തനിക്ക് പിഴച്ചതെന്ന് മനസ്സിലാക്കാൻ ആ കുഞ്ഞിന് കഴിഞ്ഞില്ല. മിറർ ഇമേജിൽ എഴുതിയതുകൊണ്ടാണ് സ്റ്റാർ കിട്ടാത്തതെന്ന് തേജസ്സിനോട് ഞങ്ങൾ പറഞ്ഞു. എന്നാൽ തേജസ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ടീച്ചർ ആ പുസ്തകം തല കീഴായി പിടിക്കാത്തത്? എന്നാൽ അത് 6 വായിക്കാൻ കഴിയും. ഞങ്ങളുടെ കുഞ്ഞ് തീർച്ചയായും യുക്തിസഹമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതേസമയം അവൻ്റെ ചിന്തകൾക്ക് എന്തോ വ്യത്യസ്തത ഉണ്ടെന്നും ഞങ്ങൾക്കൊരു തോന്നൽ ഉണ്ടായി. തേജസിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഞങ്ങളുടെ തീവ്രമായ ശ്രമങ്ങളാണ് ഒടുവിൽ പഠനവൈകല്യമുള്ള കുട്ടികൾക്കായി ഒരു സ്കൂൾ ആരംഭിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ട്രാവൻകൂർ നാഷണൽ സ്കൂൾ എന്ന പേരിൽ സംസ്ഥാനത്ത് ആദ്യമായി പഠനവൈകല്യമുള്ള കുട്ടികൾക്കായി ഒരു സ്കൂൾ ജനിച്ചു. സ്കൂളിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ സാമൂഹിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും പഠനവൈകല്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും പൊതുസമൂഹത്തിന് അനിവാര്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ ചിന്തയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറന്ന ഒരു അനുഭവം നിങ്ങൾക്കായി ഞാനിവിടെ പങ്കുവയ്ക്കാം. ചില രക്ഷിതാക്കൾ വിചിത്രമെന്ന് തോന്നുന്ന ഒരു അഭ്യർത്ഥനയുമായി ഞങ്ങളെ സമീപിച്ചു. മറ്റ് സ്കൂളിലെ യൂണിഫോം ധരിച്ച് ഞങ്ങളുടെ കുട്ടികളെ TNSലേക്ക് അയക്കുന്നത് അനുവദനീയമാണോ എന്നവർ ചോദിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തങ്ങളുടെ കുട്ടികൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹിക കളങ്കം ഒഴിവാക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഉത്തരം. വേണ്ടത് ഹ്രസ്വകാല പരിഹാരമല്ല, മറിച്ച് ആഴത്തിൽ വേരൂന്നിയ അപകീർത്തി ഇല്ലാതാക്കാൻ സാമൂഹിക വിദ്യാഭ്യാസമാണ് വേണ്ടതെന്ന് മനസ്സിലായി. ഡിസ്ലെക്സിയയുടെ ബ്രാൻഡ് അംബാസിഡറായി തേജസിനെ പ്രൊജക്റ്റ് ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യ പടി. ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളതിന് പ്രതിജ്ഞാബദ്ധരുമാണ്. TNSൻ്റെ 10 വർഷത്തെ വിവരണം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ പലർക്കും ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണെന്നോ കേൾക്കാൻ മടുപ്പ് തോന്നുന്നതോ ആകാം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്ന് ചിരിച്ചാൽ, ഒരക്ഷരം ഉരുവിട്ടാൽ, ഒന്ന് ചാടിയാൽ, ഒരക്ഷരം എഴുതിയാൽ, ഒന്ന് നടന്നാൽ ഞങ്ങൾക്ക് വിലമതിക്കാനാവാത്ത കാര്യങ്ങളാണ്. ട്രാവൻകൂർ നാഷണൽ സ്കൂൾ 2014 ജൂൺ 25 നമ്മുടെ പ്രഥമ ചെയർമാൻ പ്രൊഫസർ V. മധുസൂദനൻ നായരുടെ വിശിഷ്ടമായ നേതൃത്വത്തിൽ ട്രാവൻകൂർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ പ്രജിൻ ബാബുവിൻ്റെയും സ്കൂൾ ഡയറക്ടർ സന്ധ്യ PR-ൻ്റെയും നിർണായക പിന്തുണയോടെ വിദ്യാഭ്യാസ യാത്ര ആരംഭിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര വിജിലൻസ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബി, കേരള മുൻ പോലീസ് ഡയറക്ടർ ജനറൽ ശ്രീ ജേക്കബ് പൊന്നൂസ്, ശ്രീ അലക്സാണ്ടർ ജേക്കബ്, IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ, സാമൂഹ്യ ക്ഷേമ വകുപ്പ് സർക്കാർ സെക്രട്ടറി ഷാജഹാൻ,
ചാർട്ടേഡ് അക്കൗണ്ട് ശ്രീ ശ്രീധർ, പ്രൊഫസർ ടി.കെ. തമ്പി, IMA തിരുവനന്തപുരം യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ R.C. ശ്രീകുമാർ, കോർഡിനേറ്റർ മീനാക്ഷി മഹാദേവൻ, സ്പീച്ച് തെറാപ്പിസ്റ്റ് സജന ടീച്ചർ, സൈക്കോളജിസ്റ്റ് നീന മാം, ഗിരിജ ടീച്ചർ, പ്രീത ടീച്ചർ, രജിത ടീച്ചർ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ തുടക്കം കുറിച്ചു. തിരുവനന്തപുരത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വിലമതിക്കാനാകാത്ത പിന്തുണയിലൂടെയാണ് TNSൻ്റെ തുടക്കം സാധ്യമായത്. ജനറൽ ഹോസ്പിറ്റൽ റോഡിലെ റെഡ് ക്രോസിന് സമീപം സ്ഥിതി ചെയ്യുന്ന IMA ഹാളിലാണ് ആദ്യത്തെ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ 6 ചെറിയ നക്ഷത്രങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ ചുവടുകൾ വെച്ചു. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ രൂപീകരണ ഘട്ടങ്ങളിൽ IMAയുടെ പിന്തുണ നിർണായകമായതിനാൽ IMA ആയുള്ള ഞങ്ങളുടെ ബന്ധം വാക്കുകൾക്കതീതമാണ്. 2014 ഓഗസ്റ്റ് 1 മരുതൻകുഴിയിലുള്ള ഞങ്ങളുടെ ആദ്യത്തെ സ്കൂൾ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ മാറി. വെള്ളയമ്പലം RNP ലൈനിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ശാഖ 2016 ജൂൺ 6 ആരംഭിച്ചു. അതുപോലെ 2017 ജൂൺ 7 ഞങ്ങൾ വട്ടവിളയിലുള്ള ഇന്നത്തെ കെട്ടിടത്തിലേക്ക് മാറി. ഇത് ഉദ്ഘാടനം ചെയ്തത് വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ ഷാജഹാൻ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളിൽ ഒരാളുമാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്കൂൾ സന്ദർശിക്കുമ്പോൾ ഓർമ്മകളും വികാരങ്ങളും ഉണർത്തുന്ന പ്രിയപ്പെട്ട സ്ഥലമാണ് നമ്മുടെ സ്കൂൾ. എന്നാൽ നമ്മുടെ കുട്ടികൾ ഈ അവസരം നഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വേദന. നമ്മുടെ അൽമാമേറ്റ് ട്രവേരിയൻസ് തിരികെ അവരുടെ സ്കൂൾ സന്ദർശിക്കാൻ വരുമ്പോഴെല്ലാം സ്കൂൾ മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറിയിരിക്കും. അവർക്ക് ആ ഗൃഹാതുരത്വം എപ്പോഴും നഷ്ടപ്പെടുന്നു. ഒരിക്കലും നമുക്കും തനതായ ഭൂമിയും വിദ്യാലയവും ഉണ്ടാകുമെന്നും ഈ കുഞ്ഞുങ്ങൾക്ക് അവിസ്മരണീയമായ ഓർമ്മകൾ നൽകാൻ കഴിയുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. TNSൻ്റെ ഫൗണ്ടർ ഡേ, സ്കൂൾ ആനുവൽ ഡേയും എല്ലാ വർഷവും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. സമൂഹത്തിലെ നാനാതുറകളിലുമുള്ള പ്രഗത്ഭരായ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് ഈ 10 വർഷങ്ങളും സമ്പന്നമായിട്ടുണ്ട്. നമ്മൾ കേരളീയർ ഓണം ആഘോഷിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല, പക്ഷേ മരയോണം ആഘോഷിക്കുന്നത് വിചിത്രമായ കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രകൃതിയോടും മരങ്ങളോടും കിളികളോടും അനുഭാവമുണ്ടാവേണ്ടത് അനിവാര്യമാണ്. മരയോണത്തിന് പഞ്ചഗവ്യം ഒരുക്കിയാണ് ആഘോഷങ്ങൾ. കുഞ്ഞുങ്ങൾ ഇതിനായി നെയ്യ്, ചാണകം, ഗോമൂത്രം, മോര്, ശർക്കര എന്നിവയോടൊപ്പം വെള്ളവും വാഴപ്പഴവും കൂട്ടിച്ചേർത്ത് തയ്യാറാക്കി പാത്രങ്ങളിൽ ഒഴിച്ചു വയ്ക്കുന്നു. ഇത് മരയോണത്തിൻ്റെ അന്ന് മരങ്ങളുടെ വേരുകൾക്ക് ഒഴിച്ചു കൊടുത്താണ് ആഘോഷിക്കുന്നത്. ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ കുട്ടികൾക്കായി ഒരു ഇൻ്റർ സ്കൂൾ പെയിൻറ്റിംഗ് മത്സരം ആഘോഷിച്ചുകൊണ്ട് TNS സ്വയം വ്യത്യസ്തമായി. കൂടാതെ നമ്മുടെ ആദ്യത്തെ ചെയർമാനും ആദരണീയനായ മലയാള കവിയുമായ ശ്രീ മധുസൂദനൻ നായരുടെ ബഹുമാനാർത്ഥം സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നാമം ലൈബ്രറിക്ക് നൽകുകയും ചെയ്തു. സ്കൂൾ അനുഭവത്തെ കൂടുതൽ സമ്പന്നമാക്കിക്കൊണ്ട് TNS വാൽമീകി ജയന്തി, ശിശുദിനം, ക്രിസ്മസ് ആഘോഷങ്ങൾ, രക്തസാക്ഷി ദിനം, കായിക ദിനം, കലാമേള എന്നിവ നിരവധി പരിപാടികൾ നടത്തി. ഞങ്ങളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെക്കുറിച്ച് കമ്മ്യൂണിറ്റി ഇടപെടലുകളും സംവാദവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഞങ്ങൾ പാരന്റ് ടീച്ചർ അസോസിയേഷൻ മീറ്റിങ്ങും ഏകദിന സെമിനാറും നടത്തി. ഈ ഇവൻറ്റുകൾ ഓരോന്നും നമ്മുടെ പ്രതിഭാധാരായ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും ഇവരുടെ സമപ്രായക്കാരുമായി സമൂഹവുമായും ഇടപഴകുന്നതിനുള്ള വേദികളായി മാറി. ട്രാവൻകൂർ നാഷണൽ സ്കൂളിൻ്റെ 1ാം വാർഷിക ദിനം നമ്മുടെ ചരിത്രത്തിൽ എക്കാലവും സ്ഥായിയായി നിലകൊള്ളുന്ന ഒരു ശ്രദ്ധേയമായ സംഭവമായിരുന്നു. പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയത്തെ അലിയിക്കുകയും ചെയ്തു. സ്കൂളിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആകാനുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിക്കുകയും ഈ 10 വർഷവും അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട വേണുചേട്ടന് 1000 നന്ദി. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ഉദ്ഘാടന പൊതുപ്രസംഗം TNSൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉൾക്കൊള്ളലിൻ്റെ ധാർമ്മികതയെ പ്രതിപാദിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ 2015 ജൂൺ 26 ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങളുടെ സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് TNSൻ്റെ മറ്റൊരു നാഴികക്കല്ല് അടയാളപ്പെടുത്തി. ടെക്നോ പാർക്കിലെ GTech, സ്പോർട്സ് ഫോർ യു, സീക്ക് എന്നീ സംഘടനകളുമായി ചേർന്ന് പഠന വൈകല്യമുള്ള കുട്ടികൾ പിന്തുണയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് ഡിസ്ലെക്സിയ ബാധിച്ച കുട്ടികൾക്കായി പ്രത്യേക വിദ്യാഭ്യാസ പരിപാടികളും അവബോധവും ഫണ്ട് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മെഗാ ഈവൻ്റായ മിഷൻ 1 മില്യൺ കാർണിവൽ സംഘടിപ്പിക്കുവാനും സാധിച്ചു. മനസ്സിൻ്റെ ചെപ്പിൽ എന്നും ഓർക്കാൻ ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ചാണ് ആ പരിപാടി അവസാനിച്ചത്.
അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലെ കുട്ടികൾ അവർ സ്കൂളിൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ കുഞ്ഞുങ്ങൾ അവരുടെ സമ്പാദ്യത്തിലെ കുറച്ച് നാണയത്തുട്ടുകൾ ഒരു തുണിയിൽ പൊതിഞ്ഞു TNSലെ അവരുടെ കൂട്ടുകാർക്ക് കളിക്കാനും പഠിക്കാനുമുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ആ പൊതി സംഘാടകരെ ഏൽപ്പിച്ചു. ആ നാണയത്തുട്ടിൽ നിന്ന് തുടങ്ങിയതാണ് TNSൻ്റെ ഈ യാത്ര. വിദ്യാഭ്യാസ മേഖലയിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് വനിതാ ശിശു വികസന മന്ത്രാലയം ഇന്ത്യയിലെ 100 വുമൺ അച്ചീവറിൽ ഒരാളെ എന്നെ അംഗീകരിച്ചു. രാഷ്ട്രപതി ഭവനിൽ വെച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീ പ്രണബ് മുഖർജിയുടെ ആദരവ് ഞാൻ എക്കാലവും നെഞ്ചിലേറ്റുന്ന നിമിഷമായിരുന്നു. ഏഷ്യാനെറ്റ് സ്ത്രീശക്തി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങൾ സ്കൂളിനെ തേടി വന്നു. 2017-18 വർഷം ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളാൽ നിറഞ്ഞതായിരുന്നു. ദൃശ്യപാഠ പഠനത്തിന് പ്രാധാന്യം നൽകി രൂപകൽപ്പന ചെയ്ത പുസ്തകങ്ങൾ ട്രാവൻകൂർ ടുഡേ പബ്ലിക്കേഷനാണ് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകങ്ങളുടെ ആദ്യ കോപ്പി ഞങ്ങളുടെ ആദ്യത്തെ വിദ്യാർത്ഥിനി ഭദ്രയുടെ പിതാവ് ശ്രീ കൃഷ്ണഗോപാലിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മറ്റ് സ്കൂളിൽ നിന്ന് വിഭിന്നമല്ല നമ്മളെന്നും മനക്കരുത്തിൻ്റെ പ്രതീകമാണെന്നും തെളിയിച്ചുകൊണ്ട് സ്റ്റുഡൻറ് ലീഡർ കമ്മിറ്റി സൗഹാർദ്ദ മത്സരങ്ങൾക്കായി 2 ഹൗസുകൾ, കരാട്ടെ, കളരി, യോഗ പോലുള്ള മാർഷൽ ആർട്സ്, കലാപരമായ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായി ഡാൻസ്, മ്യൂസിക്, ചിത്രരചനയും കൊണ്ടുവന്നു. ക്വിസ് മുതൽ ഫോട്ടോഗ്രാഫി മത്സരങ്ങൾ വരെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചിട്ടുണ്ട്. അവർ തങ്ങളുടെ അറിവ്, സർഗാത്മക, കായികക്ഷമത, സൗഹാർദ്ദം എന്നിവ പ്രകടമാക്കി. മലയാള സിനിമയുടെ ഇതിഹാസമായ ശ്രീ മധുവിനെ പോലെ, ശ്രീ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ രാഷ്ട്രീയ, സാമൂഹ്യ, വിദ്യാഭ്യാസ മേഖലകളിലെ ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ TNSൻ്റെ യാത്രയിൽ ഒപ്പം കൂടി. അതിൽ ചിലർ വേറിട്ട് നിന്നു. കാന്താരിയിലെ സാബ്രിയ ടെൻബർഗനും പോൾ ക്രോണൻബർഗും പോലെ 12-ാം വയസ്സിൽ അന്ധയായ സാബ്രിയ ടിബറ്റിൽ അന്ധർക്ക് വേണ്ടിയുള്ള കേന്ദ്രം സ്ഥാപിച്ച് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് തെളിയിച്ചുകൊണ്ട് പ്രതീക്ഷയുടെയും പ്രതിരോധത്തിൻ്റെയും വിളക്കായി മാറുകയായിരുന്നു അവർ. അവരുടെ പ്രചോദനാത്മകമായ കഥകൾ കേട്ട് നമ്മളുടെ കുട്ടികൾ ആവേശഭരിതരായി. ചുരുക്കത്തിൽ ട്രാവൻകൂർ നാഷണൽ സ്കൂളിൻ്റെ തുടക്കം മുതൽ യാത്രയുടെ സവിശേഷത നമ്മുടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും സമൂഹത്തിൻ്റെ ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക സമൃദ്ധി ആഘോഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ്. ഓരോ സംഭവങ്ങളും ഓരോ നാഴികക്കല്ലുകളാണ്. ഓരോ നേട്ടങ്ങളും TNSൻ്റെ സുവർണ്ണ കിരീടത്തിലെ ഓരോ വജ്രങ്ങളുമാണ്. ആദ്യത്തേതെന്തും നമുക്ക് പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ സ്കൂൾ ബസ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ആദ്യ യാത്ര നടത്തി. ഞങ്ങളുടെ സ്കൂളിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ചെറുതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു സേവന പ്രവർത്തനമായിരുന്നു അത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിത്വങ്ങളെ TNS എന്നും ബഹുമാനിച്ചിട്ടുണ്ട്. തങ്ങളുടെ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ TNS ഐക്കൺ അവാർഡ് നൽകി ആദരിച്ചു പോരുന്നു. ശ്രീ ശ്രീകുമാരൻ തമ്പി, പിന്നണി ഗായകൻ ശ്രീ വേണുഗോപാൽ, ശ്രീ സുബലക്ഷ്മി അമ്മാൾ, ശ്രീ രഘുചന്ദ്രൻ നായർ എന്നിവർ അതിൽ ചിലർ മാത്രം. നല്ല അധ്യാപകർ എന്നും ഒരു സ്കൂളിൻ്റെ മുതൽക്കൂട്ടാണ്. ബെസ്റ്റ് ടീച്ചർ, ലവിംഗ് ടീച്ചർ എന്നീ ആദരവ് നൽകി TNSലെ അധ്യാപകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. TNSലെ ഇതുവരെ പ്രവർത്തിച്ച എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും പ്രവർത്തനങ്ങളെ ഈ നിമിഷം ആദരവോടെ സ്മരിക്കുന്നു. TNSൻ്റെ ആൽമാമേറ്റ് ഞങ്ങൾ സ്നേഹത്തോടെ ട്രവേരിയൻസ് എന്നാണ് സംബോധന ചെയ്യുന്നത്. +2 പൂർത്തീകരിച്ച് ഇവിടെ പോയ ഏലിയാസും വിഷ്ണുവും ജേക്കബയും ഗൗതമും സ്വയം തൊഴിൽ കണ്ടെത്തി. ശങ്കറും ഞങ്ങളെ കുട്ടികളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ആരെങ്കിലും പേര് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആകാശും അശ്വിനും അന്നയും ഒക്കെ ജോലിയായി. മാളവികയും നന്ദുവുമൊക്കെ PG ചെയ്യുന്നു. ഭദ്രയും മാളവികയും നിരഞ്ജനും കരണും കൃഷും ഗൗതം ഗിരീഷും സൗരവുമൊക്കെ ഡിഗ്രി ചെയ്യുന്നു. കലാകാരിയായ നമ്മുടെ മാളു ഇന്ന് ഒരു സിനിമാ നടി കൂടിയാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ്. ജിയ മുംബൈയിൽ പ്രസിദ്ധമായ മ്യൂസിക് കോളേജിൽ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ മാസ്മികയിൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടി ഉയരുകയാണ്. ഈ കുട്ടികളെ ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ കാണുന്നതിൽ അപ്പുറം എന്ത് സന്തോഷമാണ് ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്. സ്കൂളിലെ ഓരോ നിമിഷവും തേജസ്സിന് ഓരോ തരത്തിലുള്ള വളർച്ചയുടെ പടികളായി. എല്ലാ തരം ജീവിതാനുഭവങ്ങളോടെ തേജസ് വളർന്നു. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ BSc ആനിമേഷൻ ആൻഡ് VFX എന്ന കോഴ്സിന് വിസ്മയ മാക്സിൽ ചേർന്നു.
ഞങ്ങളുടെ മറ്റു കുട്ടികൾ ഇപ്പോൾ ട്രാവൻകൂർ നാഷണൽ സ്കൂളിൽ കത്തിച്ച വിളക്കുകൾ പോലെ തിളങ്ങുന്നു. എന്നിരുന്നാലും ഇത് എൻ്റെയും യാത്രയുടെ അവസാനമല്ല. തേജസിനെ പോലുള്ള മറ്റു കുട്ടികൾക്കും പുഞ്ചിരി നൽകാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വെല്ലുവിളി നേടുന്ന നൂറുകണക്കിന് കുട്ടികളെ അവരുടെ ജീവിതയാത്രകൾ ആരംഭിക്കാൻ അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച പാത സുഗമമാക്കുമെന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ കുട്ടികളുടെ പുഞ്ചിരി അവരുടെ മാതാപിതാക്കളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിനോട് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഞങ്ങളുടെ കണ്ണിന് കാഴ്ച മങ്ങിയാൽ നിങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾക്ക് വഴിവിളക്കുകൾ ആയിക്കൂടെ? ഞങ്ങളുടെ കൈകൾക്ക് ശക്തി കുറഞ്ഞാൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങളെ താങ്ങിക്കൂടെ? ഞങ്ങളുടെ സംസാരം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങളായിക്കൂടെ? നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ അത് മനസ്സിലാക്കി തന്നൂടെ? ഞങ്ങളുടെ കാലുകൾക്ക് ശക്തിയില്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ഞങ്ങൾക്ക് താങ്ങായിക്കൂടെ? ഞങ്ങളുടെ ചിന്തകൾ വിഭിന്നമാണെങ്കിൽ സ്നേഹം കൊണ്ട് നിങ്ങൾക്കത് ക്ഷമിച്ചുകൂടെ? നിങ്ങളുടെ ഉത്തരം എന്തായാലും TNS കുടുംബത്തിന് ഒന്നേ പറയാനുള്ളൂ: ഞങ്ങളുണ്ടാവും എന്നും നിങ്ങളോടൊപ്പം. നന്ദി.